പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് ശീമച്ചക്കയാണ്. ഈ ശീമച്ചക്ക വെച്ചിട്ട് തീയൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ശീമച്ചക്ക എന്ന് പറയും. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിനെ എന്ത് പറയുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളയണം. കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ചക്കയുടെയൊക്കെ അകത്ത് ഈ ചക്കയുടെ പൂഞ്ചിരിക്കത്തില്ല, അതുപോലെ ഒരു സാധനം ഇതിനകത്തുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ അരിഞ്ഞ് മാറ്റണം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം ഇത് വേവിക്കണം. ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ശീമച്ചക്ക എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴുകണം. അതിന് മുന്നേ ആയിട്ട് ഇതിലിനി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതുകൂടി ചേർക്കണം. ഇത്ര ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, നമ്മൾ ഒരു കൈ ചെറിയ ഉള്ളി. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി രണ്ടായിട്ട് മുറിച്ച് ഇതിലോട്ട് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകിയതിന് ശേഷം ഈ ശീമച്ചക്കയും ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. പക്ഷേ അതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒരു കലത്തിലോ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ശീമച്ചക്കയും ഉള്ളിയും കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട ശേഷം കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ആദ്യം. അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ ഒരുപാടായാൽ കൊള്ളത്തില്ല. കുറച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ കൈക്ക് നന്നായിട്ട് ഒരു പിടി തേങ്ങ അത്രയും മതിയാവും. പിന്നെ അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാല ഉണ്ടല്ലോ, അതിൻ്റെ പെരിഞ്ജീരകം മാത്രം, വേറെ പട്ടയോ ഗ്രാമ്പോ ഒന്നും ഇടില്ല. അതിൻ്റെ പെരിഞ്ജീരകം മാത്രം, അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിനുള്ള ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി, അതും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ശീമച്ചക്ക വെന്തോന്ന് നോക്കാനായിട്ട് ഇതൊന്ന് ആവി കയറിയാൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് താമസമൊന്നുമില്ല. കുക്കറിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തേങ്ങ വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്ത് നല്ല ചുമന്ന കളറാണ്. തേങ്ങ വറുത്ത് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നല്ല ചുമന്ന കളറിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഇതിൽ പുളി ചേർക്കുന്നുണ്ട്. ചിലർ ഈ പുളി ചേർക്കുന്നത് കൊണ്ട് പെരിഞ്ജീരകം ഒഴിവാക്കാറുണ്ട്. കാരണം ചിലർ പെരിഞ്ജീരകമായിട്ട് നമ്മൾ മൊത്തത്തിൽ മസാല പൊടിച്ച് വെച്ചേക്കില്ലേ, അതും ചേർക്കാറുണ്ട്. അത് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഈ മസാലപ്പൊടി ചേർക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെക്കുന്ന ഗരം മസാല ആയതുകൊണ്ട് വേറൊരു ടേസ്റ്റ് വരും. പിന്നെ ചിലർ പുളി ചേർക്കുമ്പോൾ ഇത് ചേർക്കാറില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തായിരുന്നു. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഈ തേങ്ങ വറുത്തെടുക്കണം. നല്ല ചുമന്ന കളറെന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന കളറാവണം. അതേ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് തേങ്ങ വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ മാത്രം നമ്മൾ, അതായത് നേരത്തെ ഇട്ടില്ലേ ഉള്ളി, പുളി, ജീരകം, പെരിഞ്ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് വറുത്തതായിരുന്നു. അതിപ്പോൾ നല്ല ചുമന്ന കളറായപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ശീമച്ചക്ക നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അരപ്പ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ ക്യാമറ താന്നു പോയി. ഒന്നിരിക്കാനുള്ള ക്യാമറ താന്നു പോയി. അപ്പോൾ ഈ കടുക് വറുത്തതിൽ ഒഴിക്കുന്നതൊന്നും ക്യാമറയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ കടുക് വറുക്കും പോലെ കടുക് പൊട്ടിക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വേണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടി മൂപ്പിച്ചൊഴിച്ചാൽ അത് വേറൊരു ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ കറിയിലോട്ട് ഒഴിക്കുക.
കണ്ണ് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് മൂപ്പിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. എന്തായാലും ക്യാമറ താഴ്ന്നു പോയി. അതിനിടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കോള് വന്നതുകൊണ്ട് ഈ എടുത്ത വീഡിയോ ഒന്നും ഇതിനകത്ത് ഇല്ലാണ്ട് പോയി കേട്ടോ. നോക്കിയപ്പോൾ ഇതിനകത്തില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഈ ബാക്കിയുള്ളതേ നമുക്കിതിന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതേ ഇപ്പോൾ ഒരു പാത്രത്തിൽ ചോറെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ശീമച്ചക്ക തീയൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചോറിനോട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് എല്ലാ ചപ്പാത്തി, ദോശ എല്ലാത്തിനോടൊപ്പം കഴിക്കാം. എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ശീമച്ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തിനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.